പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം അധ്യായം 8 വാക്യങ്ങൾ 1 മുതൽ 11 വരെ. അക്കാലത്ത് യേശു ഒലിവ് മലയിലേക്ക് പോയി. അതിരാവിലെ അവൻ വീണ്ടും ദേവാലയത്തിലേക്ക് വന്നു. ജനങ്ങളെല്ലാം അവൻ്റെ അടുക്കലെത്തി. അവൻ ഇരുന്ന് അവരെ പഠിപ്പിച്ചു. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞരും ഫരിസേയരും കൂടെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി. അവർ അവനോട് പറഞ്ഞു, ഗുരു, ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്. നീ എന്തു പറയുന്നു? ഇത് അവനിൽ കുറ്റമാരോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ്. യേശുവാകട്ടെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നു. അവർ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. അവൻ വീണ്ടും കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു. ഒടുവിൽ മോശെ, യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം ശേഷിച്ചു. യേശു നിവർന്ന് അവളോട് ചോദിച്ചു, സ്ത്രീയെ, അവർ എവിടെ? ആരും നിന്നെ വിധിച്ചില്ലേ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ. യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല. പൊയ്ക്കൊള്ളുക. ഇനിമേൽ പാപം ചെയ്യരുത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. പരമപരിശുദ്ധ ദിവ്യകാരുണ്യനാഥനായ ഈശോയിൽ പ്രിയരെ, സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഏപ്രിൽ 5 തപസ് കാലത്തിലെ 4ാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച. ഈ രാത്രി യേശുവിൻ്റെ മുമ്പിൽ ഞാൻ മാത്രം. ഈ സുവിശേഷ ഭാഗം ഞാനും യേശുവും തമ്മിൽ ഒരു കൂടിക്കാഴ്ചയാണ്. എല്ലാവരും വിട്ടുപോയി. ഞാനും യേശുവും മാത്രം അവശേഷിക്കുന്നു. ആ ഈശോയോടൊപ്പമാകട്ടെ ഈ രാത്രി. അവൻ്റെ ചിന്തകളും അവൻ്റെ വിധിവാചകവും അവൻ്റെ കരുണയുമായിരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ ആശ്വാസവും നമ്മുടെ പ്രത്യാശയും. ഈ തിരുവചനങ്ങൾ നമുക്ക് സങ്കീർത്തകനോടൊപ്പം 42ാം സങ്കീർത്തനം 1ഉം 2ഉം വചനങ്ങൾ ഇങ്ങനെയാണ്. അത് നമുക്കൊരു പ്രാർത്ഥനയായി, നമ്മുടെ ഒരു കരുതലായി ഈശോയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമുക്കൊന്ന് ഹൃദയത്തിൽ സ്വീകരിക്കാം. ദൈവമേ, എനിക്ക് നീതി നടത്തിത്തരണമേ. അധർമ്മികൾക്കെതിരെ എനിക്ക് വേണ്ടി വാദിക്കണമേ. വഞ്ചകരും നീതിരഹിതരുമായവരിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. എന്തെന്നാൽ അങ്ങാണ് എൻ്റെ ദൈവവും എൻ്റെ ശക്തിയും. ഈശോയുടെ മുമ്പിലായിരിക്കുന്ന ലോകം മുഴുവനും എനിക്കെതിരെ നിൽക്കുമ്പോൾ ഞാനും ഈശോയും മാത്രമായിരിക്കുന്ന ഈ രാത്രിയിൽ എനിക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു വാചകം മാത്രമാണ്, ഒരു വചനം മാത്രമാണ് എടുത്തു വെച്ചത്. ഒന്നോർത്തു നോക്കിക്കേ. ഒരു ഫരിസേയ മനോഭാവം. വിധിക്കാൻ, കുറ്റമാരോപിക്കാൻ, നമ്മളെ നശിപ്പിക്കാൻ ചുറ്റും നിൽക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു മനോഭാവത്തിൽ നിൽക്കുന്നവരാണ് എങ്കിൽ വിധിക്കാൻ നിനക്ക് അവകാശമില്ലെന്നും കരുണയോടുകൂടി പ്രവർത്തിക്കണമെന്നും നമ്മളെ ഓരോരുത്തരെയും ഈശോ പഠിപ്പിച്ചു തരികയാണ്. വിധിക്കരുത്, നീയും വിധിക്കപ്പെടുകയില്ല. എന്ത് യോഗ്യതയാണ് നമുക്കുള്ളത് എന്നുകൂടി നമ്മൾ ചിന്തിക്കണ്ടേ? ദൈവത്തെ ഉപേക്ഷിച്ചു പോയ
ഉടമ്പടിയുടെ ലംഘനത്തിൻ്റെ പ്രതിനിധിയാണ് ഈ സ്ത്രീ. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ ചിത്രീകരിക്കുന്നത് ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ്. പക്ഷേ പാപികളോടുള്ള എൻ്റെ ഈശോയ്ക്ക്, എൻ്റെ ദൈവത്തിനുള്ള പ്രതികരണമാണ് ഈ സുവിശേഷ ഭാഗത്ത് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ ദൗത്യം തന്നെ വിശുദ്ധമായ ദൈവത്തിന് വേണ്ടി സ്വീകാര്യമായ ഒരു ജനതയായി നമ്മളെ എല്ലാവരെയും മാറ്റുക, രക്ഷിക്കുക, പുതിയ ജീവിതത്തിലേക്ക്, നിത്യതയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുക. ഈ തപസ് കാലത്തിൻ്റെ ഈ ഒരു ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുവാനായിട്ടുള്ള ഈ ഒരുക്കത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതും ഇതാണ്. നമ്മൾ എപ്രകാരമാണ് ഇവിടെ വിധിവാചകവുമായി നിൽക്കുക? ഒരുപക്ഷെ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 23-ാം അധ്യായത്തിൽ 7-ാം തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട്: വ്യാജവാർത്ത പ്രചരിപ്പിക്കരുത്, കള്ളസാക്ഷി നൽകുന്ന കുറ്റക്കാരനോട് കൂടെയായിരിക്കരുത്, ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മ പ്രവർത്തിക്കരുത്. ഒരു മാസ് സൈക്കോളജി. മറ്റുള്ളവരെ കുറ്റമാരോപിക്കുവാനായിട്ട് എല്ലാവരും കുറ്റമാരോപിക്കുന്നു. അപ്പോൾ ഒരുപക്ഷെ തെറ്റുണ്ടാകും, കുറവുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് നമ്മളും ആ പക്ഷത്ത് ചേരുന്ന ഒരവസ്ഥയൊക്കെ ഇന്ന് നമ്മുടെ മനോഭാവങ്ങളുണ്ട്. നമുക്ക് എൻ്റെ ഈശോയോട് ചേർന്ന് നിൽക്കാൻ മാത്രമാണ്. ഈശോയുടെ വിധിയും കരുണയും നമ്മളിവിടെ വെളിപ്പെടുകയാണ്. അവൻ പറയുന്നുണ്ട്, ആരും നിന്നെ വിധിച്ചില്ലേ, പൊയ്ക്കൊള്ളുക, ഞാനും നിന്നെ വിധിക്കുന്നില്ല. വിധിയും കരുണയും ഒരേ രീതിയിൽ നമ്മെ കാത്തിരിക്കുകയാണ് ഈശോയിൽ. നമുക്ക് ഈശോയിൽ ശരണം പ്രാപിക്കാം. ക്ഷീരമുള്ള അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറയുമ്പോൾ നമുക്കെല്ലായിടത്തും തിന്മകൾ, തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകൾ കണ്ടെത്തുന്ന ഒരു പ്രവണതയാണെങ്കിൽ യേശുവിനോട് ചേർന്ന് നിൽക്കുന്നവനും യേശുവിലായിരിക്കുന്നവനും എല്ലാവരിലും നന്മയും സ്നേഹവും വിശുദ്ധീകരണവും രക്ഷയും കണ്ടെത്തുവാനായിട്ട് സാധിക്കണം. എൻ്റെ ജീവിത പങ്കാളിയിൽ, എൻ്റെ മക്കളിൽ, എൻ്റെ മാതാപിതാക്കളിൽ, എൻ്റെ സഹോദരങ്ങളിൽ, എൻ്റെ കൂട്ടായ്മയിൽ ഒക്കെ മറ്റുള്ളവരുടെ നന്മ കണ്ടെത്താൻ, മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ വഴിവിട്ടുപോയ നിമിഷങ്ങളിൽ അവരുടെ കൂടെയായിരുന്നു കൊണ്ട് അവരെ ഈശോയിലേക്ക്, നന്മയിലേക്ക്, ദൈവത്തിൻ്റെ കരുണയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ ഈ രാത്രി നമുക്ക് ഉപകരിക്കട്ടെ എന്നുകൂടി നമുക്കൊരു പ്രാർത്ഥനയാകട്ടെ. നമുക്ക് ഈ കുരിശിൻ്റെ യാത്രയിൽ ദൈവത്തിൻ്റെ അനന്തമായ കരുണയിലേക്ക് നമുക്ക് നടന്നെടുക്കാം. സങ്കീർത്തകനോടൊപ്പം നമുക്കും ദൈവമേ, അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ശക്തനായ ദൈവമേ, എൻ്റെ രക്ഷയായ ദൈവമേ, അവിടുന്ന് ഞങ്ങളെ വീണ്ടെടുക്കുന്നതിനോർത്ത് നന്ദി പറഞ്ഞു നമുക്ക് മുട്ടുമേലാകാം. നമ്മുടെ ശിരസ് നമിക്കാം. നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ലോകം മുഴുവനെയും ഈ ലോകത്തിൻ്റെ അതിർത്തികളെയും നമുക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അനുഗ്രഹത്തിനായി നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തമാം കാരുണ്യമേ, ദിവ്യകാരുണ്യനാഥനായ ഈശോയെ പ്രിയപ്പെട്ടവരെ, നല്ലൊരു രാത്രി നിങ്ങൾക്കും കുടുംബത്തിനും ആശംസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളിലേക്കും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളിലേക്കും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്കും ഈ രാത്രിയിലും പുതിയ പ്രഭാതത്തിലും പുതിയ ദിനത്തിലും നമ്മൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലേക്കും നമ്മൾ ചെയ്യാൻ പോകുന്ന ഓരോ നല്ല കാര്യങ്ങളിലേക്കും ദൈവത്തിൻ്റെ ശക്തിയും കരുണയും ധാരാളമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദ ലോർഡ് ഗ്രാൻഡ് us a quiet night and a perfect end. ആമേൻ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.